ഹോമിയോ ക്ലിനിക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നത് ഈ 5 വർഷക്കാലത്തിനിടയ്ക്കാണ്. അപ്പോൾ ഇവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും ചികിത്സാ സൗകര്യങ്ങൾ വിനിയോഗിക്കുന്നതിനാണെങ്കിലും പശ്ചിമ കൊച്ചിയുടെ നാനാഭാഗത്ത് നിന്നും ഫോർട്ട് കൊച്ചി മുതൽ പെരുമ്പടപ്പ്, കുമ്പളങ്ങി ആ ഭാഗത്ത് നിന്ന് മുതൽ ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഏതാണ്ട് 150ഓളം ആളുകൾ ചിലപ്പോൾ ടോക്കൺ വാങ്ങിച്ച് 2 മണിക്ക് വരെ തന്നെ മരുന്ന് കൊടുത്ത് ഇവിടെ നിന്ന് കടന്നു പോകുന്നുണ്ട്. പലർക്കും ഇതിൻ്റെ ഈ ചികിത്സയുടെ ഗുണഗണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ രംഗത്ത് ഈ ഹോമിയോ ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോമിയോ ആശുപത്രി വളരെ വലിയൊരു നേട്ടമാണ്. കൊച്ചി 16ാം ഡിവിഷനിൽ നമുക്ക് ഉള്ളത് ഹോമിയോ ഡിസ്പെൻസറിയാണ്. ഒപ്പം അലോപ്പതി, ആയുർവേദം 3 ഡിസ്പെൻസറികളാണ് നമ്മുടെ ഡിവിഷനിൽ മാത്രം വർക്ക് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു 100ഓളം പേരാണ് ഒരു ദിവസം ഹോമിയോ ചികിത്സ എടുക്കുന്നതിനായി എത്തിച്ചേരുന്നത്. 100ഓളം പേര്, ചിലപ്പോൾ അതിൽ കൂടാറുമുണ്ട്. അലോപ്പതിക്കും അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും അത്യാവശ്യം ജനറൽ മെഡിസിൻ കൂടാതെ തന്നെ മറ്റു പല വിഭാഗങ്ങളും ഇപ്പോൾ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യമേഖലയെ സംബന്ധിച്ചാണെങ്കിൽ 3 ഡിസ്പെൻസറികളും വളരെ കാര്യക്ഷമമായി വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്ന ഒരു രീതിയിലേക്ക് മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനവും ആളുകളുടെ അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയാണ്. ഇടക്കൊച്ചി പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഒരു 2 നില കെട്ടിടമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഞാൻ വന്നതിന് ശേഷം പുതിയതായി ഒരു കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനവട്ട നിർമ്മാണം പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത് തന്നെ നമുക്ക് അത് തുറന്നു കൊടുത്ത് ജനങ്ങൾക്ക് കുറേ കൂടി സൗകര്യപ്രദമായി വന്ന് ചികിത്സ തേടുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഡിവിഷനിൽ തന്നെ ഉണ്ടാകും. പുതിയ ഡിവിഷൻ്റെ പണി നിർമ്മാണം സിവിൽ വർക്കെല്ലാം ഒരു വിധത്തിൽ പൂർത്തിയായി. ഇനി ഏകദേശം ചെറിയ ജോലികൾ മാത്രമാണ് ആവശ്യം. അതും അടുത്ത് തന്നെ നമുക്ക് തുറന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ആ സമയത്ത് ഇവിടെ യോഗ സെൻ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. പകൽ വീട്ടിലെ ഒരു ചെറിയ മുറിയിലാണ് നമ്മൾ ഒരു 15 പേരുമായിട്ട് യോഗ ആരംഭിച്ചത്. കൗൺസിലറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഗംഭീരമായി നടത്താൻ ഞങ്ങൾക്ക് സഹായം കിട്ടിയത്. അതിനുശേഷം ആളുകളുടെ എണ്ണം കൂടി വന്നു. ഓരോ ബാച്ചിൽ നമുക്ക് 30-40 അംഗങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ സ്ഥലപരിമിതി വന്നതുകൊണ്ട് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയുടെ മേലെ ഉള്ള ടെറസ് ഇതേ രീതിയിൽ സജ്ജമാക്കി തരികയും അതിനുവേണ്ടി ഒരുപാട് ഫണ്ടുകൾ നമുക്ക് അനുവദിച്ചു തരികയും ഈ ഹോള് ഇത്രയും മനോഹരമായി ചെയ്തു തന്ന് ഇത് ഒരുപാട് പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഒരു 3 മാസം അവർക്ക് പരിശീലനം കിട്ടത്തക്ക രീതിയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും അന്താരാഷ്ട്ര യോഗാ ദിനം നന്നായി ആചരിക്കുവാനായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കി തരികയും ചെയ്ത കൗൺസിലർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും കോവിഡ് പോലുള്ളൊരു രോഗാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ എത്തുന്നത്. പക്ഷെ അതിൽ നിന്ന് എല്ലാവർക്കും ആശ്വാസമായി അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന സഹായം എത്തിച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷമാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഡിവിഷനിൽ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വലിയ സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. ഒരു ആരോഗ്യപ്രദമായ ഒരു ജനതയെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിനായിട്ട് നഗരസഭ തന്നെ ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടൊരു യോഗ ഇൻസ്ട്രക്ടറെ നിയമിച്ചു. പിന്നെ ഈ യോഗ ഹാള്
നവീകരണം നടത്തി നിരന്തരമായി യോഗ ക്ലാസ്സുകൾ ഇവിടെ 2-3 ബാച്ചുകളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ ബാച്ച്, ഇന്ന് പുതിയ ബാച്ചാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ ആളുകളുണ്ട്, സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ആരോഗ്യത്തിലേക്കൊരു കാൽവയ്പായിട്ട് ഇടക്കൊച്ചിയെ മാറ്റിയതിൽ യോഗക്ക് വലിയൊരു പ്രാധാന്യം നമുക്ക് മുന്നിലുണ്ട്. അഭിലാഷ് എന്ന് പറഞ്ഞത് ഞാനിവിടെ താമസം തുടങ്ങിയ മേല, അതായത് 10-22 വർഷം ആയിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ 5 വർഷമായിട്ട് കൗൺസിലറായിട്ട് ഇവിടെ തുടരുകയാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഈ ഏരിയയിലെ എന്ത് പ്രശ്നം പറഞ്ഞാലും പുള്ളി അത് സമയബന്ധിതമായിട്ട് ചെയ്തു തരാറുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തൊക്കെ തരും. എല്ലായിടത്തും എല്ലാ വഴികളും ശരിയാക്കിയിട്ടുണ്ട്. എന്ത് എന്ന് പറഞ്ഞാലും ഒക്കെ നമുക്ക് അംഗീകരിച്ച് തരും. അങ്ങനെ ഒരു പറയാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. അതുപോലെ ഇനിയും നമുക്ക് വരുമ്പോൾ അതേപോലെയൊക്കെ ചെയ്യാനുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഞാൻ കൗൺസിലായിട്ട് വരുമ്പോൾ ഇടക്കൊച്ചി 16ാം ഡിവിഷനിലെ 10 റോഡുകളാണ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരുന്നൊരവസ്ഥയാണ്. ഇവിടെ നിന്ന് എടുത്താൽ ഇടക്കൊച്ചി ബസ് സ്റ്റാൻഡ് റോഡ്, ജെട്ടി റോഡ്, സജീവ് റോഡ്, അങ്ങനെ VAT റോഡ്, കൊളംബസ് റോഡ്, കളപ്പുരക്കൽ റോഡ്, മനേഴത്തുപറമ്പ്, അംബേദ്കർ റോഡ്, പിന്നെ നമ്മുടെ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും വലിയ ബുദ്ധിമുട്ട് അനുവദിക്കുന്നൊരു പൊളിഞ്ഞ തകർന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ എൻ്റെ 5 വർഷത്തെ ഒരു പീരീഡ് പൂർത്തിയാകുമ്പോഴേക്കും എനിക്ക് 8 റോഡുകൾ പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 8 റോഡുകൾ. ഇനി പരുത്തിത്തറ നഗറിലെ റോഡ് ടാറിങ്ങിനായിട്ട് അതിന് ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടി പൂർത്തിയാക്കി അതൊരു ജോ മാത്യു എന്ന് പറഞ്ഞൊരു കരാറുകാരനെ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ മനേഴത്തുപറമ്പ് ലൈൻ കട്ടവിരിച്ചു, കൊളംബസ് റോഡ് കട്ടവിരിച്ചു. ഇപ്പോൾ 25 കൊല്ലമായിട്ട് തകർന്നു നടന്ന ഈ ഇടക്കൊച്ചി ബസ് സ്റ്റാൻഡിലെ റോഡ് അറ്റം വരെ കട്ടവിരിച്ച് പൂർത്തിയാക്കി. VAT റോഡ് നേരെ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന റോഡ്, പഴയ സെറ്റിൽമെൻറ്റ് റോഡെന്ന് പറയുന്ന റോഡിലുള്ള ടാറിങ്, അങ്ങനെയൊക്കെ ചെട്ടിക്കളം, ഒരു 13 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപ്, അത് റോഡ് തകർന്ന് കുഴിയായ അവസ്ഥയിലായിരുന്നു. അത് നമ്മൾ പൂർണ്ണമായിട്ടും കട്ട വിരിച്ച് അവിടെ കുടിവെള്ളം എത്തിച്ച് അവിടെ 200 മീറ്ററോളം പൈപ്പുകൾ സ്ഥാപിച്ച് ആ കുടുംബങ്ങൾക്കെല്ലാം വെള്ളം എത്തിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പൂർത്തിയാകാനുള്ള 1 റോഡുണ്ട്. ഇപ്പോൾ STPയുടെ വർക്ക് കൂടി ഇതിൻ്റെ അടുത്ത് നടക്കുന്നുണ്ട്. പലപ്പോഴും റോഡ് പണിയാൻ വരുമ്പോൾ പൈപ്പ് സ്ഥാപിക്കേണ്ടതുള്ളതിനാൽ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം ആ റോഡുകൾ ഏറ്റവും പുതിയ നിലവാരത്തിൽ തന്നെ ടാറിങ് കട്ടയാണ്, കട്ടയായി ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കും. അപ്പോൾ മുഴുവൻ STPയോടുകൂടി എല്ലാ ഇടവഴികളിലും പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യാനുമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന ഈ അരൂർ ഇടക്കൊച്ചി പാലത്തിൽ ഇരുട്ടായിരുന്നു. അത് നഗരസഭ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അരൂർ ഇടക്കൊച്ചി പാലത്തിലെ വെളിച്ചം വരുത്തുന്നതിന് പൂർണ്ണമായിട്ട് LED ബൾബുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ നല്ല വെളിച്ചമുണ്ട്. ഒരു ഭയമില്ലാതെ ആൾക്കാർക്ക് പാലത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓപ്പൺ ജിം ഇത് നഗരസഭ തന്നെ മുൻകൈ എടുത്ത് നമ്മൾ സ്ഥലം പറഞ്ഞ് നമ്മുടെ ഒരു നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ഇവിടെ സ്ഥാപിച്ചു എന്നാണ്. ഇത് ഹെഡിന് ഇതിനൊരു പരിപാലന ചുമതലയുണ്ട്. ഹെഡാണ് ഇത് പരിപാലിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ നാട്ടുകാർ വരുന്നുണ്ട്, അപ്പുറത്ത് അരൂരിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഓപ്പൺ ജിം കൂടിയുണ്ട്, ഹൈബീഡൻ MB ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് സ്ഥാപിച്ചത്. അവിടെയും ആളുകളുണ്ട്. നമ്മുടെ നാട്ടുകാരും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ വന്നിട്ട് ഇവിടെ വ്യായാമം ചെയ്യുന്നൊരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇടക്കൊച്ചിയിൽ 16ാം ഡിവിഷനിൽ 5 അംഗനവാടികളാണുള്ളത്.
3 സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടായിരുന്നു. 2 വാടകയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു അംഗനവാടിക്ക് കൂടി പുതിയതായിട്ട് നമ്മൾ കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് അടുത്തത് ഈ മാസം തന്നെ നമുക്ക് തുറന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. അത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. ഫൈനൽ തീർന്ന് അപ്പോൾ ഈ മാസം തന്നെ നമുക്കത് തുറന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. നല്ല സ്പേഷ്യസ് ആയിട്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ വന്ന് ഇരുന്ന് അവർക്ക് തിരിച്ചു പോകാനുള്ളൊരു നല്ലൊരു സാഹചര്യം, നല്ല ഗേറ്റും മതിലും സെക്യൂരിറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഡിവിഷനിൽ, ഇപ്പോൾ എൻ്റെ 16ാം ഡിവിഷനിൽ 2700 ചില്ലാനം വീടുകളുണ്ട്. ഈ വീടുകളിൽ നിന്ന് ഒരു ദിവസം 500 ലിറ്റർ കണക്ക് വെച്ചെടുത്താൽ പോലും മലിനജലം ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഈ 2700 × 500 എന്ന് പറയുമ്പോൾ തന്നെ വലിയ, എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തിലധികം ലിറ്റർ മലിനജലമാണ് ഒരു ദിവസം 16ാം ഡിവിഷനിൽ മാത്രം. ഇത് എല്ലാ ഡിവിഷൻ്റെയും കണക്കൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 10 ലക്ഷം ലിറ്റർ മലിനജലം ഒഴുകി പോകുന്നത് ഒന്ന് നമ്മുടെ കാണകളിലേക്ക്, പുഴകളിലേക്ക്, തണ്ണീർത്തടങ്ങളിലേക്ക്, പിന്നെ ഭൂഗർഭ ജല വിധാനത്തിലേക്ക്, അങ്ങനെ ഈ ജലമല്ല 10 ലക്ഷം ലിറ്റർ ഓരോ ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഗരസഭ വിഭാവനം ചെയ്ത ഒരു വലിയൊരു ബൃഹത് പദ്ധതിയാണ് സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അതിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1500-1700 വീടുകൾക്ക് ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ്. അതായത് അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന മലിനജലം, എന്ത് മലിനജലമാണെങ്കിലും, അതായത് നമ്മുടെ സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന മലിനജലം എന്ന് പറയുമ്പോൾ കുളിക്കുന്ന വെള്ളം, അലക്കണ വെള്ളം, പിന്നെ പാത്രം കഴുകണ വെള്ളം, സെപ്റ്റേജ് ടാങ്കിൻ്റെ ഓവർഫ്ലോ വാട്ടർ, ഇത്തരം ജലങ്ങളാണ് ശരിക്കും നമ്മുടെ ഒരു വീടുകളിൽ ഉണ്ടാകുന്നത്. ഈ വെള്ളമെല്ലാം പൈപ്പ് കണക്ട് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ചേംബർ സ്ഥാപിച്ച് വെള്ളം അവിടെ എത്തിച്ച് അവിടെ നിന്ന് പൈപ്പ് വഴി ഈ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് എത്തിച്ച് ശുചീകരിക്കുന്നൊരു പ്രക്രിയയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ മെറിറ്റ് കണ്ടിട്ടാണ് ഇതിൽ ആദ്യം കൊള്ളാം, നമ്മുടെ ഒരു നാടിന് ആരോഗ്യപ്രദമായ അല്ലെങ്കിൽ നല്ല ഒരു ജല സംവിധാനം വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് നഗരസഭ ഈ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴും നമ്മളതിനെ എതിർക്കാതിരുന്നത്. പക്ഷേ ഇവിടെ പരിസരവാസികളിൽ ഈ പദ്ധതിയെ പറ്റിയൊരു എതിർപ്പുണ്ടായിരുന്നു. അത് ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നു ഉള്ള ഒരു തെറ്റായ അറിവായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാട്ടുകാർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മലിനജലം മാത്രമാണ് ഇവിടെ ശുചീകരിക്കുന്നത്. കാണകളിലേക്കുള്ള മലിനജലം ഒഴുക്കുന്നത് ഒഴിവാക്കി അതുവഴി കൊതുകുകൾ തന്നെ, എനിക്ക് തോന്നുന്നു 10-80% വരെ കൊതുകുകൾ തന്നെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ് ഇത് നടപ്പിലാക്കിയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി, കേരളത്തിന് പുറത്തും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി മനസ്സിലാക്കിയ കാര്യങ്ങൾ. പൈപ്പ് ലൈനിങ് എല്ലായിടത്തും 2-3 ടീമിനെ വെച്ച് നടക്കുന്നുണ്ട്. റോഡുകൾ പൊളിക്കുന്നുണ്ട്. പൊളിച്ച റോഡുകളിൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നുണ്ട്. ആ സ്ഥാപിച്ചതിന് ശേഷം കൃത്യമായി കോൺക്രീറ്റാണ് കോൺക്രീറ്റ് ചെയ്ത്, ടാറിങ് ചെയ്ത്, കട്ട വിരിച്ച് അങ്ങനെ കൃത്യമായി റോഡ് പണി ഉൾപ്പെടെ തീർത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മേയറുടെ ഒരു പ്രത്യേക ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ നഗരത്തിൽ എല്ലാം ഉണ്ട്. നമുക്ക് കെട്ടിടങ്ങളുണ്ട്, പാലങ്ങളുണ്ട്, ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ കൃത്യമായി സ്യൂവേജ് നമ്മുടെ നഗരത്തിലേക്ക് വലിയ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. നമ്മുടെ കാണുകളിലും കൊതുകടിയും പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ മാറ്റി ഇത് മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട്. താമസിയാതെ എല്ലാ ഡിവിഷനുകളിലേക്കും ഇത് 74 ഡിവിഷനിലും ഇത് നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണ്. കൗൺസിലിൽ തന്നെ മേയർ പറഞ്ഞാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. നഗരസഭയുടെ ആസ്തിയിൽപ്പെട്ട
3.5 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ഇതുള്ളത്. അതിൽ 50 സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ STPക്ക് സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനായിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി 3 ഏക്കർ അത് ഈ STP നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത നാട്ടുകാരുടെ യോഗത്തിൽ ഉറപ്പ് നൽകിയ മേയർ ഉറപ്പ് നൽകിയാണ് നമുക്കിവിടെ ബാക്കി വരുന്ന സ്ഥലം കളിസ്ഥലമായിട്ട് നിർമ്മിച്ചു തരാമെന്നുള്ളത്. അത് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം അടുത്ത ദിവസം, അതിന് ഡേറ്റ് മേയർ തന്നിട്ടുണ്ട്. 1,40,00,000 രൂപ ആണ് കളിസ്ഥലത്തിനായിട്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിനായി ഇവിടെ ഒരു വാക്ക്വേ, ചുറ്റും വാക്ക്വേയും കളിസ്ഥലവും അതിനോടനുബന്ധിച്ചൊരു വോളിബോൾ കോർട്ട്, പിന്നെ കുട്ടികൾക്ക് വന്ന് ഇരിക്കുവാനുള്ള സ്ഥലം, പിന്നെ ഒരു ഓപ്പൺ ജിമ്മ് അടങ്ങുന്നൊരു നല്ലൊരു പ്രൊജക്റ്റാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെയോടനുബന്ധിച്ച് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ 10 ലക്ഷം രൂപ അനുവദിച്ചായിരുന്നു. ഇപ്പോൾ ഈ നിർമ്മിച്ചിരിക്കുന്ന ഇവിടെ നിന്നാണ് ഒരു ഗാലറി പോലെ വന്ന ആൾക്കാർക്ക് ഒരു സ്റ്റെപ്പിൽ ഇരുന്നിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഞാൻ കൗൺസിലായിട്ടിരിക്കുന്ന കാലങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്ക്, അതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു തുടക്കം കുറിച്ചുകൊണ്ട് വെക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതാണ് നമ്മുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അത് ഡിവിഷനിലുള്ള വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികളല്ല, ഇത്തിരി പ്രായമുള്ളതാണെങ്കിലും വന്നിരുന്ന് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യുവാൻ ഉതകുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുത്തി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പാവയെ നിർമ്മിക്കുന്ന, ചിലപ്പോൾ ഒരു പടം വരക്കാനായിട്ട് കഴിവുള്ള ആളുകളുണ്ടാവാം. അങ്ങനെ വിവിധ കഴിവുകൾ ഉള്ള ആളുകൾക്ക് നമുക്ക് വന്നിരിക്കാനുള്ള ഒരു സ്ഥലമായി, ഒരിടമായി ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ മാറും. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കിടക്കുകയാണ്. ഇനി അത് തുറന്നു കൊടുത്താൽ മാത്രം മതിയാവും. ഇടക്കൊച്ചി 16-ാം ഡിവിഷനിൽ 5 വിദ്യാലയങ്ങളാണുള്ളത്. 5 വിദ്യാലയങ്ങൾ, അതായത് ഒരു സർക്കാർ സ്കൂൾ, 2 എയ്ഡഡ് സ്കൂള്, 2 പ്രൈവറ്റ് സ്കൂള്, അങ്ങനെ മൊത്തം 5 വിദ്യാലയങ്ങളുണ്ട്. നമ്മുടെ ഇടക്കൊച്ചി സർക്കാർ സ്കൂളിലെ ഏറ്റവും ഇപ്പോൾ ജില്ലയിൽ തന്നെ ആദ്യമായി നമുക്ക് അനുവദിക്കപ്പെട്ടൊരു കമ്പ്യൂട്ടർ ലാബാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 36 വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം വന്നിരുന്നുകൊണ്ട് അവരുടെ കമ്പ്യൂട്ടർ കുറിച്ചുള്ള അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്തൊരു വലിയ മനോഹരമായൊരു ലാബാണ് നഗരസഭ നമുക്ക് നമ്മുടെ ഡിവിഷനിലേക്ക് തന്നിരിക്കുന്നത്. 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തത്. മേയറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ അവരുടെ ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവ് കൂടി ഈ കമ്പ്യൂട്ടർ ലാബിലുണ്ട്. അത് നമുക്ക് അനുവദിച്ചു തന്ന അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ആയിരത്തി 1936 ഈ സ്കൂൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ 2026 അല്ലെങ്കിൽ നവതിയുടെ പടിവാതിൽക്കൽ ഇടക്കൊച്ചി ഗവൺമെൻറ് സ്കൂൾ നിൽക്കുമ്പോൾ നമ്മൾ അന്നത്തതിൽ നിന്ന് അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഈ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റേതൊരു സ്കൂളിനേക്കാളും അല്ലെങ്കിൽ അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന, അതിനേക്കാൾ അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിൽ കോർപ്പറേഷനും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലറും അതിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിലേക്ക്
നമ്മുടെ സ്കൂളിൽ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഈ സ്കൂളിനെ എത്തിച്ചിട്ടുള്ളത്. ഈ എറണാകുളം ജില്ലയിൽ തന്നെ മറ്റൊരു ഹൈസ്കൂളിനും ഇല്ലാത്ത ഒരു ഭാഗ്യമാണ് നമ്മുടെ ശീതീകരിച്ച കമ്പ്യൂട്ടർ ലാബ് നമുക്ക് കിട്ടിയിരിക്കുന്നതും. അതും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മാത്സ് ലാബിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഒരു വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അതും കോർപ്പറേഷനും നമ്മുടെ കൗൺസിലറും കൂടി ഇടപെട്ടുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം, അതേപോലെ കാനോപ്പി ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം അടുത്ത് തന്നെ ഉണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ മറ്റൊരു വിഷയമാണ് രൂക്ഷമായ വേലിയേറ്റം മൂലം കഷ്ടപ്പെടുന്ന ജനവിഭാഗം. ഇപ്പോൾ ഇറിഗേഷൻ്റെ ഒരു വേലിയേറ്റം പൂർണ്ണമായി നിർത്തുന്നതിനുള്ള അല്ലെങ്കിൽ അത് തടയുന്നതിനുള്ള വലിയൊരു പദ്ധതി ടെൻഡർ നടപടിയിലേക്ക് നീങ്ങി. അത് കരാറുകാർ ആരും ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ അത് ഏറ്റെടുത്താൽ ഉടൻ തന്നെ അത് നിർമ്മാണം പൂർത്തിയാക്കാമെന്നുള്ളതാണ് MLA പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വലിയ താൽക്കാലിക ഒരു സ്ലൂയിസ്, ഒരു തടയണ, ജനകീയമായിട്ട് ആ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ നമ്മളത് മുൻപിരുന്ന കളക്ടർ അതിനൊരു പണം അനുവദിക്കുകയും ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലോട് അടുത്തിരിക്കുകയാണ്. അതൊരു പരിധിവരെ നമുക്ക് വേലിയേറ്റം ഈ സ്ലൂയിസിൻ്റെ ഇറിഗേഷൻ്റെ വകുപ്പിൻ്റെ സ്ലൂയിസ് നിർമ്മാണം നടക്കുന്നത് വരെ അത് തടഞ്ഞു നിർത്താനായിട്ട്, വലിയ അളവിൽ വെള്ളം ഇങ്ങോട്ട് എത്തിച്ചേരാതെ തടഞ്ഞു നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അത് പൂർത്തീകരിക്കുന്നതോട് ഒരു പരിധിവരെ നമുക്കത് വേലിയേറ്റം തടയുന്നതിന് സാധിക്കും. നമ്മുടെ ഇറിഗേഷൻ്റെ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി എടക്കൊച്ചി മേഖലയിലെ വേലിയേറ്റ വിഷയം പൂർണ്ണമായിട്ട് പരിഹരിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വേലിയേറ്റ വെള്ളക്കെട്ടിനായി നഗരസഭയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. 7ഓളം സ്ലൂസുകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുമെന്ന് മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മേയർക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേലിയേറ്റ വെള്ളക്കെട്ടിനായി ഡിവിഷനിലേക്ക് അനുവദിച്ച പണം കൃത്യമായി തന്നെ നമുക്ക് വിനിയോഗിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒന്ന്, എടക്കൊച്ചി കുമ്പളങ്ങിക്കടത്തിൻ്റെ അവിടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞു. 2, എടക്കൊച്ചി ഫിഷ് ഫാം, സർക്കാർ ഫിഷ് ഫാമിൻ്റെ അവിടെ നമുക്ക് കരിങ്കൽ ഭിത്തികൾ സ്ഥാപിച്ച് വെള്ളം തടയുവാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സെമിനാർ റോഡിനറ്റം അവിടെ കരിങ്കൽ ഭിത്തി നിർമ്മിച്ച് നമുക്ക് വേലിയേറ്റം തടയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ തവണത്തെ ഫണ്ട് വെച്ചിരിക്കുന്നത് പഴയ കുമ്പളങ്ങിക്കടത്തിൻ്റെ അവിടെയാണ്. അത് ഒരു കരാറുകാരൻ ആ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. അതും താമസിയാതെ തുടങ്ങുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇടപെടും. 100% നമുക്കൊന്നിലൊരു പൂർണ്ണത നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കില്ല എന്നറിയാം. എന്നാൽ എന്നെക്കൊണ്ട് ഒരു കൗൺസിലർ എന്ന നിലയിൽ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ചിലത് പൂർത്തീകരിച്ചിട്ടുണ്ട്, ചിലത് പൂർത്തീകരിക്കാനിരിക്കുന്നുണ്ട്, ചിലത് ആലോചിച്ച് വെച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ ഉണ്ട്. അതിങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഇനി നമുക്കത് ചെയ്തു പോകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് പിന്തുണയായി നിന്ന ഒട്ടനവധി പേരുണ്ട്. നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മുടെ ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, ADSൻ്റെ എക്സിക്യൂട്ടീവ്, അതിൻ്റെ അംഗങ്ങൾ, പിന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുണ്ട്. വിവിധ പാർട്ടികളിൽപ്പെട്ട പൊതുപ്രവർത്തകരുണ്ട്, റെസിഡൻസിൻ്റെ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലെ ആളുകളുമായി യോജിച്ച് ചേർന്നുള്ളൊരു പ്രവർത്തനം എനിക്ക് നടത്തുവാനായിട്ട് സാധിച്ച്. വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ വിമർശനങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് എനിക്ക് എവിടെയാണ്
അതിൽ ആ വിമർശനം ഉയർന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കി അതിന് ഒരു 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 പരിഹാരം കാണുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ഇപ്പോൾ വേലിയേറ്റ വെള്ളക്കെട്ടിൻ്റെ വിഷയത്തിലായപ്പോലും തുടർച്ചയായി ഒട്ടേറെ പ്രതിഷേധങ്ങളാണ് കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തത് ൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെ ആ സ്ലൂയിസ് താൽക്കാലിക സ്ലൂയിസ് ചെയ്യുവാനായിട്ട് ഉടൻ പണം അനുവദിച്ച് 1 മാസം കൊണ്ട് തന്നെയാണ് അത് നിർമ്മാണം തുടങ്ങുവാനായിട്ട് നമുക്ക് സാധിച്ചത്. അങ്ങനെ ചെറുതും വലുത് PMAY പദ്ധതി പ്രകാരം നമുക്ക് ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുവാനായിട്ട് സാധിച്ച് കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളിലെല്ലാം കുടിവെള്ളം എത്തിക്കുവാനായിട്ട് ഏകദേശം 350-400ഓളം വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്കെല്ലാം ഏകദേശം എനിക്ക് തോന്നുന്നു വല്ല 10-15 വീടുകൾക്ക് മാത്രമാണ് ഇനി പുതിയതായിട്ട് കണക്ഷൻ എടുക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഇടപെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് നിർത്താതെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു എൻ്റെ 5 വർഷം. തുടക്കം മുതൽ കോവിഡിൻ്റെ ആ ഒരു വർഷം അങ്ങനെ വന്ന പ്രതിബന്ധങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കൊണ്ട് ജനങ്ങൾക്ക് അവരോടൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു എൻ്റെ. അതിൽ കുറേയേറെ വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് നാട്ടുകാരുടെ ഒരു സപ്പോർട്ടും വലിയ രീതിയിൽ തന്നെ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷവാനാണ്. എനിക്ക് ഈ അവസരത്തിൽ എന്നെ പിന്തുണച്ച ഒപ്പം വിമർശനം നടത്തിയ എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. വിമർശനം ഞാൻ ഉൾക്കൊണ്ട് എനിക്കൊരു വഴികാട്ടിയായി ഞാനെപ്പോഴും എടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഈ പറയുന്ന വിഭാഗങ്ങളോട് എല്ലാവരോടും നല്ലതും എല്ലാ ആളുകളോടും എനിക്ക് എൻ്റെ കൗൺസിലർ എന്ന നിലയിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ നന്ദി.